സംഘാടകരെന്നോട് പറഞ്ഞത് 8 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചിട്ടാണ് ഈ ലോങ് മാർച്ച് ഇവിടെ സമാപിച്ചത് എന്നാണ്. സാധാരണ ഏതെങ്കിലും റോട്ടിലൂടെ നടക്കുന്നത് പോലെയല്ല. ഈ തവനൂർ മണ്ഡലത്തിലെ ഈ കുഴികൾ നിറഞ്ഞ റോട്ടിലൂടെ 8 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ അനുഭവിച്ച ത്യാഗം എനിക്ക് മനസ്സിലാകും. ഈ ഉജ്ജ്വലമായ ലോങ് മാർച്ച് നടത്തിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ ഇവിടെ വിശദമായി സംസാരിച്ചു. സന്ദീപ് വാര്യരെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരെ കുറിച്ച് ഈ നിയോജകമണ്ഡലത്തിന്റെ MLA അദ്ദേഹത്തിന്റെ പഴയ കാലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചത്. അദ്ദേഹം സംഘപരിവാർ ആലയത്തിൽ നിൽക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചും പറയാത്ത കാര്യങ്ങളെ സംബന്ധിച്ചും സന്ദീപ് വാര്യരെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഞാൻ ചോദിക്കുന്നത്, ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വനിതാ മതിൽ നടത്തിയിരുന്നു. ആ വനിതാ മതിൽ നടത്തിയപ്പോ കേരളത്തിൽ നിന്ന് ബാബരി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി പോയി ബാബരി മസ്ജിദ് പൊളിക്കുന്നതിൽ പങ്കെടുത്ത കർസേവകനായ ബാബരി മസ്ജിദിന്റെ അവശിഷ്ടങ്ങൾ എന്റെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന സുഗതനെ കൺവീനറാക്കിയപ്പോ ഈ തവനൂരിലെ MLA പറഞ്ഞത് സുഗതൻ ഖലീഫ ഉമറാണ്. ഖലീഫ ഉമർ. ആ സുഗതൻ അന്നും സംഘപരിവാറാണ്, ആ സുഗതൻ ഇന്നും സംഘപരിവാറാണ്. എന്നാൽ വെറുപ്പിന്റെ കൂടാരത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് കടന്നു വന്നവനാണ് ഈ പ്രിയങ്കരനായ സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരെ കുറിച്ച് CPM-ന്റെ സമുന്നതനായ നേതാവ് AK ബാലൻ പറഞ്ഞത് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നാണ്. എന്നോടിപ്പോ സന്ദീപ് വാര്യർ ചോദിച്ചു, നിങ്ങളെ സ്ഥാപനത്തെ കുറിച്ച്, നിങ്ങൾ എതിരാളിയെ കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ പ്രൊമോഷൻ നൽകുന്നത്? ഇത് എവിടുന്ന് കിട്ടി ഈ ആശയം? ഞാൻ പറയുന്നു, ഈ ആശയം ഞാൻ പഠിച്ചത് സന്ദീപ് വാര്യരിൽ നിന്നാണ്. എതിരാളിയുടെ കയ്യിൽ നിന്ന് ക്രിസ്റ്റൽ ക്ലിയർ എന്ന ആശയം എന്ന സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്ന പ്രിയങ്കരനായ സന്ദീപ് വാര്യർ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, CPM ക്രിസ്റ്റൽ ക്ലിയർ എന്ന സർട്ടിഫിക്കറ്റ് നൽകിയാലും ശരി, നൽകിയില്ലെങ്കിലും ശരി, കേരളത്തിലെ ജനങ്ങൾ സന്ദീപ് വാര്യർക്ക് ക്രിസ്റ്റൽ ക്ലിയർ എന്ന സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഒരു സംശയം വേണ്ട. കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ അതാരും നൽകും. പ്രിയമുള്ളവരെ, ഞാൻ കഴിഞ്ഞ കുറെ നാളുകളായി മലയാള സർവകലാശാലയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുന്നു, ജനങ്ങളെ കാണുന്നു. അപ്പോഴാണ് അബ്ദുള്ള കുട്ടിക്കായും നസറുള്ള സാഹിബൊക്കെ എന്നെ തവനൂരിലെ പരിപാടിക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ ഞാൻ മലയാള സർവകലാശാലയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞപ്പോ ആശാൻ അതിലും വലിയ അഴിമതിയാണ് ഈ നിയോജകമണ്ഡലത്തിൽ നടത്തിയിരിക്കുന്നത്. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട അഴിമതിയെ സംബന്ധിച്ച് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. എന്തെങ്കിലും ഉടായിപ്പ് ഈ ആശാൻ കാണിച്ചാൽ ഉടനെ ഖുർആൻ എടുത്ത് ഉയർത്തി കാണിക്കും. ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ മീശമാധവൻ എന്തെങ്കിലും സാധനം നോക്കി മീശ പിരിച്ചാൽ ആ സാധനം അടിച്ചു മാറ്റും എന്നതുപോലെ ഇയാൾ അടിച്ചു മാറ്റി കഴിഞ്ഞാലാണ് ഖുർആൻ പൊക്കുക. ഖുർആൻ പൊക്കിയാൽ ഉറപ്പിക്കാം ഇയാൾ എന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഈ നാട്ടിലെ സാധാരണക്കാരന് നികുതി പണം അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഞാൻ ഈ മലയാളം സർവകലാശാലയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴല്ലേ ഒരുപാട് അഴിമതികൾ ആളുകളെ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങിയത്. ഞാൻ ഈ മലയാള സർവകലാശാലയുടെ അഴിമതിയുടെ പിറകെ പോകാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്കറിയാം, ഇവിടെ കഴിഞ്ഞ 10 കൊല്ലമായി ഈ നാട് ഭരിക്കുന്ന സർക്കാർ ജനവിരുദ്ധമായ കാര്യങ്ങൾ സന്ദീപ് വാര്യർ അതിനെക്കുറിച്ച് വിശദീകരിച്ചു പറഞ്ഞു. ഇവർക്ക് ജനങ്ങളുടെ മുമ്പിൽ ജനക്ഷേമപരമായ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ എന്ത് വേണം? UDF നേതാക്കന്മാർക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, UDF നേതാക്കന്മാരെ അങ്ങേയറ്റത്തെ സ്ത്രീ പീഡന കേസുകളിൽ പെടുത്ത് ആരോപണം ഉന്നയിക്കുക.
നിങ്ങൾ നോക്ക്, പാലക്കാട് ഷാഫി പറമ്പിലിനെതിരെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അധിക്ഷേപം നടത്തി. ആരോപണമല്ല, അധിക്ഷേപം നടത്തി. സാംസ്കാരിക ബുദ്ധിജീവികൾ എവിടെ? CPM-ൽ നിന്ന് കൊട്ടേഷൻ എടുത്ത മാധ്യമങ്ങൾ എവിടെ? ചില റിപ്പോർട്ടർമാർ എവിടെ? എന്നാൽ CPM-ന്റെ ഒരു വനിതാ നേതാവിനെതിരെയും എറണാകുളത്തെ CPM-ന്റെ ഒരു MLA-ക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. ആരോപണങ്ങൾ ഉന്നയിച്ചത് UDF അല്ല, CPM-നകത്തുള്ളവരാണ്. ആരോപണം ഉന്നയിച്ചപ്പോൾ ഉടനെ CPM, നിങ്ങൾ നെഹ്റു മകൾക്കയച്ച കത്ത് വായിച്ചിട്ടുണ്ടോ? നെഹ്റു സംസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ലൈംഗികത എന്ന് പറയുന്നത് നടുറോഡിൽ ചർച്ച ചെയ്യേണ്ട ഒന്നല്ല. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവൽ വായിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് CPM-ലെ നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ ചില മാധ്യമങ്ങൾ, CPM നേതാക്കന്മാർ നാട് നീളെ പറയുന്നത്. മാത്രമല്ല, ഈ ആരോപണം ഉന്നയിച്ച, ഇത് വാർത്തയാക്കിയ VS അച്യുതാനന്ദന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി KM ഷാജഹാനെ ജയിലടക്കാൻ നോക്കിയില്ലേ? അവസാനം കോടതി ഇടപെട്ട് ഒരു ദിവസം പോലും KM ഷാജഹാനെ ജയിലടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴല്ലേ അദ്ദേഹത്തെ ജയിലിൽ പോകാതെ അദ്ദേഹം വീട്ടിലേക്ക് പോയത്? അദ്ദേഹത്തിന്റെ മകനെ കസ്റ്റഡിയിൽ എടുക്കാൻ നോക്കിയില്ലേ? അദ്ദേഹത്തിന്റെ മകന്റെ ലാപ്ടോപ്പ് കസ്റ്റഡിയിൽ എടുത്തില്ലേ? എന്നാൽ ഷാഫി പറമ്പിലിനെതിരെ ആക്ഷേപം ഉന്നയിച്ചപ്പോ ഈ ആക്ഷേപം ഉന്നയിച്ച ആൾക്കെതിരെ കേസില്ല, കേസെടുക്കാൻ പറ്റില്ല എന്ന നിയമോപദേശം. ഒരു ഭാഗത്ത് UDF നേതാക്കന്മാർക്കെതിരെ ഇതുപോലെയുള്ള ചില ആളുകളെ ഇറക്കി ആക്ഷേപം ഉന്നയിക്കുക. വേറൊരു ഭാഗത്ത് UDF-ലെ രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനെ ജനങ്ങളുടെ മുമ്പിൽ മോശമാക്കാൻ വേണ്ടി ഒരാൾക്ക് കൊട്ടേഷൻ കൊടുക്കുക. ആ കൊട്ടേഷൻ ഏറ്റെടുത്ത ആളാണ് ഈ തവനൂർ മണ്ഡലത്തിലെ നിങ്ങളുടെ MLA എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം ഈ വിദ്വാൻ പറഞ്ഞ എന്താണ്? ആദ്യം ഈ വിദ്വാൻ പറഞ്ഞത് ഡൽഹിയിലെ ഓഫീസ്, മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ പോകുന്ന ഓഫീസ്, അതിന് കുറെ പണം പിരിച്ചു. അവിടെ ലീഗിന് ഓഫീസ് ഉണ്ടാക്കാൻ കഴിയില്ല. ആ ഓഫീസിന്റെ രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നില്ല. അത് നിയമപ്രശ്നങ്ങളുള്ള ഭൂമിയാണ്, കെട്ടിടമാണ്, അത് റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ്. ആർക്കൊക്കെയാ റിയൽ എസ്റ്റേറ്റ് താല്പര്യം? ആ കെട്ടിടം വാങ്ങിയത് ആരാ? PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ET മുഹമ്മദ് ബഷീർ സാഹിബ്, അബ്ദുൽ വഹാബ് സാഹിബ്, ഇവർക്കൊക്കെയാണോ റിയൽ എസ്റ്റേറ്റ് താല്പര്യം? അവസാനം ഇക്കഴിഞ്ഞ മാസം കേരളത്തിലെ പാർട്ടിയുടെ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിമനോഹരമായ ആ ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചപ്പോ ഈ വിദ്വാൻ വന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞിട്ടാണ് മുസ്ലിം ലീഗ് ഓഫീസ് ഡൽഹിയിൽ ഉണ്ടാക്കിയത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഉളുപ്പില്ലാത്തൊരു ചങ്ങാതി. ഈ ചങ്ങാതി പറയാണ്, ഞാൻ പറഞ്ഞിട്ടാണ് ഡൽഹിയിൽ ലീഗ് ഓഫീസ്, ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഡൽഹിയിൽ ലീഗ് ഓഫീസ് ഉണ്ടാക്കൂല എന്ന്. എന്നോട് അരീക്കോടുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, സഫറുള്ള സാഹിബ്. സഫറുള്ള പറഞ്ഞു, മലപ്പുറം MSP-യുടെ മുമ്പില് ഒരു കുഞ്ഞായിനുണ്ടായിരുന്നു. പുള്ളിക്ക് മാനസികമായി ചില തകരാറുള്ള ആളാണ്. ഈ കുഞ്ഞായിന് MSP ഗ്രൗണ്ടിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കും. അപ്പൊ MSP ഗ്രൗണ്ടിൽ പട്ടാളം ഇങ്ങനെ കവാത്ത് നടത്തുകയാണ്. ഇയാളിടക്കിടക്ക് അബൌട്ട് എന്ന് പറയും. ഈ കുഞ്ഞായിന് പട്ടാളം തിരിയുന്നത് പട്ടാളത്തിന്റെ കമാൻഡ് കേട്ടിട്ടാണ്. ഈ കുഞ്ഞായി മലപ്പുറത്ത് വന്നിട്ട് പറയും, എന്റെ കമാൻഡ് കേട്ടിട്ടാണ് ഞാൻ അബൌട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ പട്ടാളം തിരിഞ്ഞത്. ആ മാനസിക നില തെറ്റിയ കുഞ്ഞായിനെ പോലെയാണ് ഈ തവനൂർ മണ്ഡലത്തിലെ MLA ഇപ്പോൾ ഓരോന്ന് വിളിച്ചു പറയുന്നത്. അത് കഴിഞ്ഞ് വയനാട്ടിലേക്ക് ചുരം കയറി. വയനാട്ടിലേക്ക് എന്തിനാ ചുരം കയറിയത്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കരൂര് ദുരന്തമുണ്ടായപ്പോ രണ്ട് കാര്യം നമ്മൾ കണ്ടു സന്ദീപ് വാര്യർ. ഒന്ന്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാവണം എന്നതിന്റെ തെളിവ്. മറ്റൊന്ന്, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആവാൻ പാടില്ല എന്നതിന്റെ തെളിവ്. ഈ ദുരന്തമുണ്ടായി എന്നറിഞ്ഞപ്പോൾ ഡൽഹിയിൽ നിന്ന് ജ്യോതിമണി MP, കരൂരിലെ ഇന്റർനാഷണൽ കോൺഗ്രസ് MP, വിമാനം പിടിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ഒരു ഓട്ടം, ഒരു ബാഗും പിടിച്ചിട്ട് പോലീസുകാരൊക്കെ തട്ടി മാറ്റിയിട്ട് ഒരു ഒറ്റ ഓട്ടനകത്തേക്ക് എത്രയും പെട്ടെന്ന് കരൂരിൽ എത്തണം എന്നാണ്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാകണം എന്ന് ജ്യോതിമണി ഈ രാജ്യത്തിന് കാണിച്ചു കാണിച്ചു. എന്നാൽ ഈ ദുരന്തമുണ്ടായപ്പോ ആ നിമിഷം അവിടെ ഓടി രക്ഷപ്പെട്ടു സിനിമാ നടനായ, ആ മരണത്തിന്റെ ഉത്തരവാദിയായ, ആ റാലി സംഘടിപ്പിച്ച വിജയ്. വീട്ടിൽ പോയി കിടന്നുറങ്ങി, AC-യിൽ കിടന്നുറങ്ങിയായിരുന്നു വിജയ്. സമാനമായ ഒരു സംഭവം കേരളത്തിലുണ്ടായി. എന്താ സംഭവം? വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോ നൂറുകണക്കിന് ആളുകൾ ആ ഉരുൾപൊട്ടലിൽ കൊല്ലപ്പെട്ടപ്പോ അവിടെ കോടിയെത്തിയ നേതാവിന്റെ പേരാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. UDF-ന്റെ മറ്റു നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാർ, എത്ര നേതാക്കന്മാരാണ് അവിടെ കോടിയെത്തിയത്?
രാഷ്ട്രീയം മറന്ന്, ജാതി മറന്ന്, മതം മറന്ന് ആളുകൾ മുഴുവനും വയനാട്ടിലേക്ക് ഓടിപ്പോയി. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാകണമെന്ന് ആ രാഷ്ട്രീയക്കാർ നമുക്ക് കാണിച്ചു തന്നു. എന്നാൽ കഴിഞ്ഞ ഒരു കൊല്ലമായി വയനാട്ടിലേക്ക് കയറാതെ ആദ്യമായി ചുരം കയറി വയനാട്ടുകാരുടെ വീട് മുടക്കാൻ വേണ്ടി ചുരം കയറിയ വ്യക്തിയുടെ പേരാണ് ഈ തവനൂർ മണ്ഡലത്തിന്റെ MLA. ഈ മണ്ഡലത്തിൽ നിന്ന് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് അപമാനമായി മാറിയ ശ്രീ KT ജലീൽ. ഒരു കൊല്ലമായി ആ ചുരം കയറിയിട്ടില്ല അദ്ദേഹം. ഇവിടെ എത്ര ആൾക്കാർ ആ ചുരം കയറിയിട്ടുണ്ട് ആ ദുരന്ത സ്ഥലം കാണാൻ വേണ്ടി? നിങ്ങളിൽ പലരും പോയതല്ലേ? കഴിഞ്ഞ ഒരു കൊല്ലമായി അവിടേക്ക് കയറിയിട്ടില്ല. അപ്പോഴാണ് ഈ വിദ്വാൻ അവിടേക്ക് കയറിയത്. എന്തെന്നറിയോ? ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആ വീട് മുടക്കാൻ, അത് തോട്ടഭൂമിയാണ്, അവിടെ വീട് പണി നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും സർക്കാരിന്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തിരികെ കൊടുക്കണം, എന്നിട്ട് സർക്കാരിന്റെ പദ്ധതിയിലേക്ക് കയറണം. ഇതായിരുന്നു ഈ തവനൂർ മണ്ഡലത്തിലെ MLA-യുടെ ആവശ്യം. എന്നാൽ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ദുരന്തമുണ്ടായപ്പോ, ഞങ്ങൾക്കൊരു പ്രയാസമുണ്ടായപ്പോ ഞങ്ങളുടെ കൂടെ നിന്നവരാണ് ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും. അവരൊരു പദ്ധതി പ്രഖ്യാപിച്ചാൽ ആ പദ്ധതിയിലല്ലാതെ ഞങ്ങൾ മറ്റൊരു പദ്ധതിയിലേക്കും ഇല്ല എന്ന് ആ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ഈ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ഏറ്റെടുത്ത ഭൂമിയെ കുറിച്ച് കള്ളപ്രചരണം നടത്തിയപ്പോഴാണ്, അത് തോട്ടഭൂമിയാണ്, അവിടെ നിർമ്മാണം നടക്കില്ല, അത് കുറഞ്ഞ വിലയുടെ ഭൂമി ഉയർന്ന വിലക്ക് വാങ്ങിയതാണ് എന്ന് ഈ വിദ്വാൻ ആക്ഷേപിച്ചപ്പോഴാണ് ഞാൻ വേറൊരു ഭൂമിയുടെ പുറകെ പോയത്. ഈ മലയാള സർവകലാശാലയുടെ ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് ഞാൻ അന്വേഷണം നടത്തിയത്. ഞാൻ ഈ ഭൂമി വിറ്റ കുറെ സാധുക്കളുണ്ട്, കുറെ നമ്പൂതിരിമാർ. അവരുടെ കയ്യിൽ നിന്നാണ് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ലില്ലീസ് ഗഫൂറും അതിന്റെ സഹോദരന്മാരും മന്ത്രി V. അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളുമൊക്കെ ഭൂമി വാങ്ങിക്കൂട്ടിയത്. ഭൂമി വിറ്റവർ പാവപ്പെട്ട നമ്പൂതിരിമാർ, ഒരു മൊയ്തീൻ കുട്ടിയാജി, ഒരു പാവപ്പെട്ട ഉമ്മ. ഞാൻ അവരുടെയൊക്കെ അടുത്തുപോയി അവരോട് നിങ്ങൾ എത്ര വിലക്കാണ് ഈ ഭൂമി വിറ്റത് എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു 2000 രൂപക്കാണ് വിറ്റത്. ഒരാൾ പറഞ്ഞു 15,000 രൂപക്കാണ് വിറ്റത്. ഒരാൾ പറഞ്ഞു 35,000 രൂപക്കാണ് വിറ്റത്. ഒരാൾ പറഞ്ഞു 40,000 രൂപക്കാണ് വിറ്റത്. ഞാൻ എല്ലാവരെയും കണ്ടു. ഏറ്റവും ചെറിയ വില 2,000, ഏറ്റവും ഉയർന്ന വില 40,000. ഈ ഭൂമി എത്രക്കാണ് ഈ ലില്ലീസ് ഗഫൂറും കൂട്ടരും മന്ത്രി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളും സർക്കാരിന് കൈമാറിയത്? 1,60,000 രൂപക്ക്. ഈ അഴിമതിയുടെ കഥ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ എന്നെ മദ്യനിരോധന സമിതിയുടെ പ്രവർത്തകർ വിളിച്ചു. എന്നിട്ട് അവര് പറയാണ്, നിങ്ങൾ പറഞ്ഞത് മാത്രല്ല ഈ വിദ്വാൻ നടത്തിയ അഴിമതി. അദ്ദേഹം തദ്ദേശ മന്ത്രിയായിരുന്ന സമയത്ത് ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ലില്ലീസ് ഗഫൂറിന്റെ കയ്യിൽ നിന്നും അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിയിട്ടുണ്ടാകും എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ഈ മദ്യനിരോധന സമിതിയുടെ പ്രവർത്തകന്മാർ എന്നോട് പറഞ്ഞു, ഐക്യജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന സമയത്ത്, ഇതേതാ പഞ്ചായത്ത്? ഈ പഞ്ചായത്തിന്റെ പേരെന്താ? നരിപ്പറമ്പ്. കാലടി പഞ്ചായത്ത്. ഈ കാലടി പഞ്ചായത്തിൽ ഒരു ബാർ തുറക്കണമെങ്കിൽ ഈ കാലടി പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ അംഗീകാരം വേണമായിരുന്നു. ഈ നരിപ്പറമ്പിൽ ഒരു ബാർ തുടങ്ങാൻ വേണ്ടി ഏതെങ്കിലും ബാർ മുതലാളി തീരുമാനിച്ചാൽ സ്വാഭാവികമായി ഈ നരിപ്പറമ്പിലെ ജനങ്ങൾ അതിനെതിരെ സമരം ചെയ്യും. സമരം ചെയ്യുമ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർ ഏത് പാർട്ടിയും ആകട്ടെ ജനങ്ങളുടെ കൂടെ നിൽക്കണ്ടേ? അങ്ങനെ വരുമ്പോൾ മെമ്പർ അതിനെതിരെയാകും. മെമ്പർ എതിരാകുമ്പോൾ ഭരണസമിതി എതിരാകും. ഭരണസമിതി എതിരാകുമ്പോൾ ഈ കാലടി പഞ്ചായത്തിലെ നരിപ്പറമ്പിൽ ബാറ് വരില്ല. അതുകൊണ്ടാണ് UDF കേരളം ഭരിക്കുന്ന സമയത്ത് ഭരണസമിതികൾക്ക് അങ്ങനെ ഒരു അധികാരം കൊടുത്തത്. നിങ്ങളുടെ നാട്ടിൽ ബാർ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഈ പഞ്ചായത്തിനാണ്, ഓരോ പഞ്ചായത്തിനുമാണ്. എന്നാൽ KT ജലീൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായപ്പോ ബാറുകൾക്കുള്ള ഈ അധികാരം എടുത്തു കളഞ്ഞു. ഞാൻ തവനൂർ മണ്ഡലത്തിൽ വന്ന് KT ജലീൽ MLA ആയ ഈ മണ്ഡലത്തിൽ വന്ന് ജലീലിനോട് ചോദിക്കുന്നു, എത്ര പണമാണ് നിങ്ങൾ ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്? ഈ നാട്ടുകാരോട് നിങ്ങൾ മറുപടി പറയണം. പണം വാങ്ങാതെ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ മൂക്ക് കീപ്പോട്ടുള്ള ആരും വിശ്വസിക്കൂല. കാരണം ബാർ മുതലാളിമാർക്ക് അതിന്റെ വലിയ ആനുകൂല്യം കിട്ടി. എന്താ കാര്യം? ഉമ്മൻചാണ്ടി കേരളത്തിൽ നിന്ന് അധികാരം വിട്ടൊഴിയുമ്പോ ഈ മലപ്പുറം ജില്ലയിൽ ആകെയുള്ള ബാറുടെ എണ്ണം 1. ഇപ്പൊ എത്ര ബാറ്? 50 ബാർ.
ബാർ മുതലാളിമാർക്ക് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവനും ബാർ തുറക്കാൻ, കൂണുപോലെ ബാറുകൾ തുറക്കാനുള്ള അവകാശം അബ്കാരികൾക്ക് കൈമാറിയ മന്ത്രിയായിരുന്ന വിദ്വാന്റെ പേരാണ് ഈ തവനൂർ മണ്ഡലത്തിലെ വോട്ടർമാർ വിജയിപ്പിച്ച ശ്രീ KT ജലീൽ. ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങൂലേ? പിന്നെ ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ അർപ്പുണ്ടാവുക? പിന്നെ ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനാ വെറുപ്പുണ്ടാവുക? ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഈ മണ്ഡലത്തിൽ വന്നപ്പോ അതിന് വലിയ ചോർച്ച ഉണ്ടായി. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ചോർച്ച ഉണ്ടായപ്പോൾ ചോർച്ച അടക്കാൻ വേണ്ടി ഒരു കമ്പനി ഏൽപ്പിച്ചു, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ഏൽപ്പിച്ചു. ആ കമ്പനിക്ക് ടെൻഡർ കൊടുത്തു. ടെൻഡർ കൊടുത്തപ്പോ ഇതിങ്ങനെ നീണ്ടുപോകുമ്പോ KT ജലീല് ഒരു കത്ത് എഴുതാ. ഇത് KT ജലീലിന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട ഒരു കത്താണ്. ഈ കത്തിൽ ജലീൽ പറയുന്നത് എന്താണെന്നറിയോ? ഡൽഹിയിൽ നിന്ന് വന്ന ഒരു IIT-യിലെ ഒരു സംഘമുണ്ട്. അവര് പറഞ്ഞു ഈ ചോർച്ച അടക്കാൻ 4 മീറ്റർ ഉയരത്തിൽ വെള്ളം സംഭരിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഇന്ത്യൻ സ്റ്റാൻഡേർഡുള്ള നല്ല ക്വാളിറ്റിയുള്ള പൈലിംഗ് ഷീറ്റുകൾ കൊണ്ടുവെക്കണം. ആ ഷീറ്റുകൾ, ഇരുമ്പ് ഷീറ്റുകൾ, അത് നല്ല ക്വാളിറ്റിയുള്ള ഷീറ്റുകൾ, അതിന്റെ സ്റ്റാൻഡേർഡ് എന്താണ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്താണ് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഡൽഹിയിലെ IIT-യിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് രേഖപ്പെടുത്തി. എന്നാ മന്ത്രി ജലീൽ പറയാണ്, ഇതിനകത്ത് പറയാണ് എന്താണെന്നറിയോ? ഈ ഷീറ്റ് വാങ്ങാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇത് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വിദേശത്തു നിന്ന്, ചൈനയിൽ നിന്നോ മറ്റോ ഷീറ്റ് ഇറക്കാനുള്ള ഒരു അനുമതി നൽകാനുള്ള ഒരു കത്താണ് ഇത്. KT ജലീൽ മന്ത്രിയായിരിക്കും എഴുതി ഒപ്പിട്ട് കൊടുത്തതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം സിവിൽ എഞ്ചിനീയർ ആണോ? ഇയാൾക്ക് ഇരുമ്പ് എന്താണ്, ചെമ്പ് എന്താണെന്ന് അറിയോ? ഇയാൾ കോളേജ് പഠിപ്പിക്കുന്നത് ചരിത്രമല്ലേ? ഒരു എഞ്ചിനീയർ പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഏത് ഷീറ്റ് ഉപയോഗിക്കണം, ഏത് സ്റ്റാൻഡേർഡ് വേണം, അതിന്റെ നിലവാരം എന്താണ്, അത് ഏത് രാജ്യത്തിന് നിലവാരം വേണം എന്ന് പറയേണ്ടത് ആരാ? എഞ്ചിനീയർമാരല്ലേ? എന്നാ കരാറുകാർക്ക് വേണ്ടിയിട്ട് കരാറുകാരൻ പറഞ്ഞത് അതേപോലെ എഴുതി ഒപ്പിട്ട് കൊടുത്ത വിദ്വാനാണ് ഈ തവനൂർ മണ്ഡലത്തിലെ ശ്രീ KT ജലീൽ. ഇനി അറിയേണ്ടത് ഈ കത്ത് കൊടുത്തപ്പോ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്താ നഷ്ടം ഉണ്ടായെന്നറിയോ? 157 ടൺ കനട്ട് കുറഞ്ഞു. അതായത് ടെൻഡറിൽ കൊടുത്ത ഇരുമ്പിന്റെ കനത്തേക്കാൾ 157 ടൺ കുറഞ്ഞു. ഈ ചൈനയിൽ നിന്നുള്ള ഷീറ്റ് ഇറക്കിയപ്പോ, ഇരുമ്പ് ഷീറ്റ് ഇറക്കിയപ്പോ എന്താ കാര്യം? അതിന് ക്വാളിറ്റി ഇല്ല. അതുകൊണ്ടല്ലേ ഇപ്പോഴും ആ പ്രശ്നം പരിഹരിക്കാത്തത്? 157 ടണ്ണിന്റെ ലാഭം കരാറുകാരൻ ഉണ്ടാകുമ്പോ എത്ര കോടി രൂപയായിരിക്കും കരാറുകാരന് ലാഭമായിട്ടുണ്ടാവുക? അതുകൊണ്ട് ഈ തവനൂർ മണ്ഡലത്തിലെ ജലീലിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്ത ഈ ഷീറ്റിൽ ഈ പറയുന്ന ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ ഈ കത്തിൽ എത്ര കോടിയുടെ അഴിമതിയാണ്, എത്ര പണമാണ് കമ്മീഷനായി കരാറുകാർ നിങ്ങൾക്ക് നൽകിയത് എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾ വിശദീകരിക്കണം. കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് മന്ത്രിയുടെ ചേംബറിൽ വേറൊരു യോഗം ചേരുക. മന്ത്രിയുടെ ചേംബറിൽ യോഗം ചേർന്നിട്ട് മന്ത്രി പറയാണ് എന്തെന്നറിയോ? അതായത് ഈ കരാറുകാരൻ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ഡെപ്പോസിറ്റ് ഒഴിവാക്കി തരണം. കരാറുകാരന് ഡെപ്പോസിറ്റ് തുകയുള്ളത് ഒഴിവാക്കി കൊടുക്കണം. എന്തിനാ ഡെപ്പോസിറ്റ് വാങ്ങുന്നത്? ഈ കരാറുകാരൻ എന്തെങ്കിലും കൊള്ളരുതായ്മ കാണിച്ചാൽ, ഈ കരാറുകാരൻ എന്തെങ്കിലും അഴിമതി കാണിച്ചാൽ അതിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ കരാറുകാരന്റെ കയ്യിൽ നിന്ന് ഒരു ഡെപ്പോസിറ്റ് വാങ്ങുന്നത്. ജലീലിന്റെ ഔദ്യോഗികമായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സിന്റെ കോപ്പിയാണിത്. ജലീൽ നിഷേധിക്കോ? അതിനകത്ത് എന്താ തീരുമാനിച്ചത്? കരാറുകാരന്റെ ഈ പറയുന്ന ഡെപ്പോസിറ്റ് ഒഴിവാക്കി കൊടുക്കണം. അത് മാത്രമാണോ? അത് മാത്രമല്ല, പിന്നെ ഇദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കാൻ, ഇദ്ദേഹത്തിന് സമയം നീട്ടിക്കൊടുക്കാൻ, അതുപോലെ തന്നെ സിമെന്റിന്റെയും കമ്പിയുടെയും വില കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് വില കൂട്ടിക്കൊടുക്കാൻ. ടെൻഡർ എടുത്ത സമയത്തിനുള്ളിൽ ഇദ്ദേഹം ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ റിനോവേഷൻ പണി പൂർത്തിയാക്കിയില്ല. ഒരു കരാർ എടുക്കുമ്പോ സമയത്തിനുള്ളിൽ പണി തീർത്തില്ലെങ്കിൽ ആ കരാറുകാരന്റെ കയ്യിൽ നിന്നല്ലേ നഷ്ടപരിഹാരം ഈടാക്കേണ്ടത്? ഈ കരാറുകാരൻ പറയാണ് ഇത് നീണ്ടുപോവാണ്, പണി നീണ്ടുപോകുന്നു, അതുകൊണ്ട് സിമെന്റിന്റെ വില കൂടിയിട്ടുണ്ട്, കമ്പിയുടെ വില കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് സിമെന്റിന്റെയും കമ്പിയുടെയും കൂടിയ വില കൊടുക്കണം എന്നാവശ്യപ്പെടുന്നത് ആരാ? KT ജലീലിന്റെ ചേംബറിൽ വെച്ച് ചേർന്ന യോഗത്തിൽ ജലീലടക്കം പങ്കെടുത്തതിന്റെ മിനിറ്റ്സിന്റെ കോപ്പിയാണിത്. ഞാൻ ചോദിക്കുന്നത്, ഈ കരാറുകാരന്റെ കയ്യിൽ നിന്ന് എത്ര പണമാണ് മിസ്റ്റർ KT ജലീൽ നിങ്ങൾ കൈപ്പറ്റിയത്?
മറുപടി പറയിപ്പിച്ചിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളെ വിടുകയുള്ളൂ. ഒരു സംശയം വേണ്ട. അബ്ദുള്ള കുട്ടിക്ക പറഞ്ഞത് അടുത്ത തവണ ജലീലിനെ തോൽപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം CPM-കാർ അഴിമതിയൊക്കെ നടത്താറുണ്ട്. പക്ഷെ പിണറായി വിജയനെ തോൽപ്പിക്കുന്ന ഒരു അഴിമതിക്കാരനെ CPM ഒരിക്കലും മത്സരിപ്പിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മത്സരിപ്പിക്കാത്ത ഒരാളെ അങ്ങനെ തോൽപ്പിക്കാൻ കഴിയാ. പക്ഷേ സന്ദീപ് വാര്യർ പറഞ്ഞത് അദ്ദേഹം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ പോകുന്നതാണ്. അദ്ദേഹം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ പോയാൽ ഉറപ്പാണ് ട്രംപ് നാടുവിടും. കാരണം തന്നെക്കാൾ വലിയ ഒരാൾ, ഒരു കള്ളൻ അമേരിക്കയിൽ കാലുകുത്തിയിട്ടുണ്ട് എന്നറിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് വലിയ പദവിയാണ്, ആ പദവി പോലും വേണ്ടെന്ന് വെച്ച് ആ നാട് വിടാൻ അദ്ദേഹം ഒരുക്കമാണ്. ഒരു സംശയം വേണ്ട. കാരണം എന്താണെന്നറിയോ, ചെറിയ പൈസ കിട്ടിയ ചെറിയ പൈസ, വലിയ കോടികളാണെങ്കിൽ വലിയ കോടികൾ. ഇപ്പൊ തിരൂര് താനൊരു വാട്സപ്പ് ഹർത്താൽ ഉണ്ടായില്ല. കേരളത്തിൽ ഒരു വാട്സപ്പ് ഹർത്താൽ വന്നു. ആരോ പ്രഖ്യാപിച്ച വാട്സപ്പ് ഹർത്താലാണ്. താനൂരൊരു കേര ബേക്കറി തകർന്നു. ആരോ കേര ബേക്കറിക്ക് കല്ലെറിഞ്ഞു. ഉടനെ അന്ന് അദ്ദേഹം മന്ത്രിയാണ്. ഉടനെ താനൂരെത്തിയിട്ട് ഒരു പിരിവ് ഉടനെ അനൗൺസ് ചെയ്തു. അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതി. അദ്ദേഹം പറഞ്ഞു, ആദ്യം ഞാൻ 25,000. അങ്ങനെയാണല്ലോ മീൻ പിടിക്കുമ്പോൾ നമ്മൾ ചൂണ്ടയിടുമ്പോൾ ആദ്യം ഒരു ചെറിയ മീനെ കൊളുത്തിട്ടാണല്ലോ എറുക. അങ്ങനെ ചെറിയ മീനെ മൂപ്പര് കൊളുത്തി ആദ്യം 25,000 മൂപ്പരന് ഇട്ടു. എന്നിട്ട് ബാക്കിയുള്ള കുറെ ആൾക്കാരോട് പറഞ്ഞു എല്ലാവരും സഹായിക്കണം. കുറെ ആൾക്കാരെ പേര് അദ്ദേഹം എഴുതി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്രയും പൈസ എനിക്ക് പണം പിരിഞ്ഞു കിട്ടി. ഫേസ്ബുക്കിൽ KT ജലീലിന്റെ പോസ്റ്റാണ്. ഇപ്പോഴും അദ്ദേഹം അത് മായ്ച്ചിട്ടില്ല. ഈ പ്രസംഗം കേട്ടാൽ അദ്ദേഹം മായ്ക്കുമെന്ന് എനിക്ക് അറിയില്ല. ഫേസ്ബുക്കിൽ ഇപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ കുറെ ആൾക്കാരെ കണക്ക്. അതിൽ മന്ത്രി അബ്ദുറഹ്മാൻ മാത്രമാണ് 1 ലക്ഷം ഓഫർ ചെയ്തത്. ബാക്കിയൊക്കെ പണം പിരിഞ്ഞു കിട്ടി എന്ന് പറഞ്ഞിട്ട് ഓരോ ആൾക്കാരെ പേര് എഴുതിയിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ യുവജനയാത്രയുടെ സമയത്ത് താനൂർ വെച്ച് ഈ കണക്ക് പറഞ്ഞു. ഈ പൈസ എന്ത് ചെയ്തു? KR ബേക്കറി നവീകരിച്ചിട്ടില്ല, ഒരൊറ്റ കടയും നവീകരിച്ചിട്ടില്ല. ഈ പൈസ എന്ത്? കുറച്ച് പൈസയുള്ളൂ, ലക്ഷങ്ങളേ ഉള്ളൂ. ഈ പൈസ എന്ത് ചെയ്തു? അപ്പൊ ഉടനെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഖുർആൻ ഉയർത്തിപ്പിടിച്ച് പറയുന്നു, ഞാൻ ഒറ്റ പൈസയും എടുത്തിട്ടില്ല, പൈസയൊന്നും പിരിഞ്ഞു കിട്ടിയിട്ടില്ല, ഓഫറുകൾ മാത്രമായിരുന്നു. അതെങ്ങനെയാണ് പിരിഞ്ഞു കിട്ടിയെന്ന് ഫേസ്ബുക്കിൽ എഴുതിയത്? എങ്ങനെയാണ് ഓഫറുകൾ മാത്രമാവുക? അപ്പൊ ഞാൻ പറഞ്ഞു പിരിഞ്ഞു കിട്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ അദ്ദേഹം പറയാണ്, ആ കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, ആ പൈസ ഞാൻ അബ്ദുറഹ്മാന് കൊടുത്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ അവിടെ ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ചെലവഴിച്ചിട്ടുണ്ട്. അത് ഞാൻ പൈസ വാങ്ങിയ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു ഞൊണ്ടിന്യായം പറയോ അദ്ദേഹം? നമ്മളിങ്ങനെ ഒരു ആക്ഷേപം അത് ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ, 25,000 ആണ് 25,000, 1 ലക്ഷമാണ് 1 ലക്ഷം. കിട്ടുന്ന പൈസ മുഴുവൻ അടിച്ചു മാറ്റുന്ന ആളുകളാണ് വ്യവസ്ഥാപിതമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും ഫണ്ട് കളക്ഷൻ ആക്ഷേപിക്കുന്നത്. ഒരു കയ്യിൽ ഖുർആൻ, വേറൊരു കയ്യിൽ ഒരു കീറിയ മുണ്ട്. ആ കീറിയ മുണ്ട് ഉയർത്തി ഈ മുണ്ട് പൊക്കി കാണിക്കുന്ന പരിപാടിയാണല്ലോ മൂപ്പരിപ്പോ കുറച്ചു ദിവസമായിട്ട്. ഒരു കിളി പോയ അവസ്ഥ. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കയറിയാൽ ആ സ്ഥാപനത്തിന്റെ ഫോട്ടോ എടുത്തത് ഫിറോസിന്റെ സ്ഥാപനമാണോ മറുപടി പറയണം. നമ്മൾ ഇത്ര സ്ഥാപനത്തിൽ കയറും. നമുക്ക് ബിസിനസ്സുകാരായ എത്ര സുഹൃത്തുക്കൾ ഉണ്ടാവും. ദുബായിൽ കഫ്റ്റീരിയ നടത്തുന്ന, കഫ്റ്റീരിയ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചായ കച്ചവടക്കാരൻ, ഒരു ചെറിയ ചായ കച്ചവടക്കാരൻ എന്റെ സുഹൃത്താണ്. മൂപ്പരുടെ ഫോട്ടോ ഇട്ട് ദുബായിൽ വലിയ ബിസിനസ് സാമ്രാജ്യമുള്ള ഈ പൈസക്കാരനെ ഫിറോസിന് അറിയുമോ? ആ മൂപ്പരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നാട്ടിലൊക്കെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടില്ലാന്നാണ് ആളുകളുടെ പ്രചരണം. പൈസക്കാരന് പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷമായി, വലിയ ബാധ്യത ഒന്നും ഇല്ല എന്നാണ് ഇപ്പൊ ആളുകളുടെ ധാരണ. നന്നായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞതാണോ അത് ജലീലിനെ? അള്ളാണെ ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. ഞാൻ പറയാം, സാധുവാണ്, അത്രക്ക് സാധുവാണ്. കുറെ നാള് പറഞ്ഞു ഫിറോസിന് കൂലിയും വേലയില്ല. ഇപ്പൊ ഫിറോസിന് കൂലിയുണ്ട്, ഫിറോസിന് വേലുണ്ട്. എന്തൊക്കെ ആക്ഷേപമാണ്. ദുബായിൽ 5.5 ലക്ഷം ശമ്പളം. ഞാൻ തന്നെ ഞെട്ടി. ഞാനൊരു തമാശക്ക് ഞാൻ പറഞ്ഞു, നമ്മളെ എതിരാളി നമ്മളെ ഇങ്ങനെ പുകഴ്ത്തുകയാണെങ്കിൽ പുകഴ്ത്തട്ടെ, നല്ലതല്ലേ. നമുക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ആരും ഒന്നും കൊണ്ടുതരില്ലല്ലോ. അന്തിവാര്യത എന്നാ പിന്നെ പറയട്ടെ, അതും നമ്മുടെ എതിരാളിയല്ലേ പറയുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോ ഭാര്യ എന്നോട് ചോദിക്കുക, അല്ല ശരിക്കും നിങ്ങൾക്ക് 5.5 ലക്ഷം കിട്ടുന്നുണ്ടോ? ഇത് വീടൊന്ന് പെയിന്റ് അടിക്കാൻ പറഞ്ഞിട്ട് എത്ര കൊല്ലായി, നിങ്ങളത് പെയിന്റ് അടിക്കുന്ന പോലില്ലല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് സംഗതി പ്രശ്നം. അത് സമ്മതിച്ചാല് ബാവാജി ഇവിടെ ഇരിക്കുന്നുണ്ട്, ദുബായ് വിസ ഉള്ള ആളാണ്. ദുബായിലൊരു വിസ ഉണ്ടാവാൻ എന്തൊക്കെ കോൺട്രാക്ട് വേണം, അതൊക്കെ ഒരു സാങ്കേതികമായ നടപടിക്രമല്ലേ. ഇതും പൊക്കി കാണിച്ചു. ഇനി 5.5 ലക്ഷം എനിക്ക് കിട്ടുന്നു വിചാരിക്കാം, ഇയാൾക്ക് എന്താ കുഴപ്പം? ഈ നാട്ടിലെ നികുതി പണമല്ലേ ഇവർ അടിച്ചു മാറ്റുന്നത്. ഈ മലയാള സർവകലാശാലയുടെ ഭൂമി നിങ്ങൾ 1,60,000 രൂപക്കല്ലേ നിങ്ങൾക്ക് ആകെ വന്ന ചെലവ് എത്രയാ? 2.5 കോടി. എത്ര സർക്കാർ കൊടുത്തത്? 17,65,00,000 രൂപ.
ഈ 17,65,00,000 രൂപ 15 കോടി ഈ നാട്ടിലെ സാധാരണക്കാരന് നികുതിപ്പണല്ലേ? അത് ആർക്കാ കിട്ടിയത്? ലില്ലീസ് ഗഫൂറിന്. ആരാ ലില്ലീസ് ഗഫൂർ? കഴിഞ്ഞ തിരൂരിൽ 2 തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആള്. ഞാൻ ലില്ലീസ് ഗഫൂറിനെ കുറിച്ച് പറയുമ്പോ ജലീലിന് ഓർമ്മയില്ല. ഗഫൂറിന്റെ സഹോദരന്മാരെ കുറിച്ച് ചോദിക്കുമ്പോ ഓർമ്മയില്ല. അബ്ദുറഹ്മാന്റെ ബന്ധുക്കളെ കുറിച്ച് ചോദിക്കുമ്പോ ഓർമ്മയില്ല. മൂപ്പർക്ക് ഇപ്പൊ പഴയ കാല ഓർമ്മ. ബാലരമ വായിച്ച ഓർമ്മ. മായാവി, കുട്ടൂസൻ, ഡാഗിനി. മലയാള സർവകലാശാലയെ കുറിച്ച് ചോദിക്കുമ്പോ അദ്ദേഹം പറയാണ് അത് UDFന്റെ കാലത്താണ്, ഞങ്ങളല്ല. എന്നാൽ ഈ KT ജലീലിനോട് ഞാൻ പറയട്ടെ, ജലീൽ പറഞ്ഞല്ലോ മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഉത്തരവ് പുറപ്പെടുവിച്ചത് വെട്ടം പഞ്ചായത്തിൽ ഇപ്പൊ ഏറ്റെടുത്ത ഭൂമി ഉത്തരവ് പുറപ്പെടുവിച്ചത് UDFന്റെ ഭരണകാലത്താണ്. വേറെ ഒരു ഭൂമിയും ഏറ്റെടുക്കാൻ UDF തീരുമാനിച്ചിട്ടില്ല. ഇത് 2012 GO ആണ്. ആദവനാട് വില്ലേജിൽ 100 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഐക്യജനാധിപത്യ മുന്നണി GO ആയിട്ട് ഇറക്കിയ ഉത്തരവായത്. ജലീൽ പറയണത് സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ജലീലിന്റെ വീട്ടില് നമ്മുടെ യൂത്ത് ലീഗ് പ്രവർത്തകരെ കൊണ്ടുവന്ന് തരും. ഇത് ജലീലിന്റെ വീട്ടിലാണെങ്കിൽ വീട്ടിൽ, പാർട്ടി ഓഫീസിലാണെങ്കിൽ പാർട്ടി ഓഫീസിൽ. ഒരു സംശയം വേണ്ട, അതിനൊന്നും ഒരു പേടിയില്ല. നമ്മൾ അന്ന് മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ആണല്ലോ സർവകലാശാല. അന്ന് ഏതൊക്കെ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്? ആളുകൾ പറയുന്ന ഭൂമിയൊക്കെ ഏറ്റെടുക്കാൻ നമ്മൾ GO ഇറക്കി. ആദവനാട്ടെ ഭൂമി, അതുപോലെ തന്നെ വെട്ടം വില്ലേജിലെ മറ്റൊരു 30 ഏക്കർ ബെഞ്ച് മാർക്കിന്റെ ഭൂമി, ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്ന ഭൂമി, അതിനൊക്കെ നമ്മൾ ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ GO ഇറക്കി. എന്താ കാര്യം? നടപടിക്രമങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഭൂമി ഏറ്റെടുക്കാൻ നയപരമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എന്നാൽ ആ തീരുമാനം എടുത്തത് എപ്പോഴാണ്? അത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം 2016 കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം. ഇനി ഞാൻ പറയട്ടെ, 2017 ജില്ലാ കലക്ടർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ച ഒരു കത്താണ്. ഈ കത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് 1,60,000 തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടികൾക്ക് അറിയില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത 1,60,000 നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ തീരുമാനിച്ചതാണ്. സർക്കാർ 1,60,000 എടുക്കാൻ തയ്യാറല്ല എങ്കിൽ ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം 98,000 രൂപക്ക് ഈ ഭൂമി നമുക്ക് ഏറ്റെടുക്കാം. അതിന്റെ അടിസ്ഥാന വില 42,000 നമുക്ക് പരമാവധി വില ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം 98,000 രൂപക്ക് നമുക്ക് ഏറ്റെടുക്കാം. 98,000 ഏറ്റെടുക്കണമോ 1,60,000 ഏറ്റെടുക്കാമോ സർക്കാർ തീരുമാനിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കലക്ടർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ച കത്താണ്. ഇത് 2017 അന്ന് KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അല്ല, പക്ഷേ അന്ന് രവീന്ദ്രനാഥാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. CPM-കാരനായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രവീന്ദ്രനാഥ് പറഞ്ഞു, ഈ ഭൂമി ഏറ്റെടുക്കണ്ട, 1,60,000 രൂപക്ക് ഈ ഭൂമി ഏറ്റെടുക്കണ്ട. നരിപ്പറമ്പിലെ CPM-കാരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ നേതാവ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ രവീന്ദ്രനാഥ് 1,60,000 രൂപക്ക് ഈ ഭൂമി ഏറ്റെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ഈ ഭൂമി 2018 ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ജലീൽ ഏറ്റെടുക്കുമ്പോ ആ വെടുപ്പ് പാണ്ഡം ചുമക്കേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് സഖാവേ നിനക്കുള്ളത്? നീ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കും. CPM-മായി ഞങ്ങൾക്ക് പല അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ നിങ്ങളുടെ രവീന്ദ്രനാഥ് 2017 വേണ്ടെന്ന് വെച്ച, ഏറ്റെടുക്കണ്ട എന്ന് തീരുമാനിച്ച ഈ ഭൂമിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ചോദിച്ചു വാങ്ങി 2018 ഈ മണ്ഡലത്തിലെ ജലീല് ആ വകുപ്പ് ഏറ്റുവാങ്ങിയിട്ട് ഈ ഉത്തരവിൽ ഒപ്പുവെക്കുന്നത്. സഖാവേ, നീ എത്ര തല്ലുകൊള്ളുന്നതാ, നീ എത്ര സമരത്തിൽ പങ്കെടുക്കുന്നതാണ്. എന്ന ഇലക്ഷന്റെ ഒരു 6 മാസം മുമ്പ് ലീഗിനെതിരെ കുറെ ആക്ഷേപം ഉന്നയിക്കുക, ലീഗ് നേതാക്കന്മാർക്കെതിരെ, UDF നേതാക്കന്മാർക്കെതിരെ കുറെ ആക്ഷേപം ഉന്നയിക്കുക. CPM-ന് വേണ്ടി ആകെ ജലീലിന് ഒരു ജോലി എന്ന് പറഞ്ഞാൽ CPM എന്തെങ്കിലും ഒരു ജാഥ നയിക്കും. സന്ദീപ് വാര്യർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒന്നുകിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ ഗോവിന്ദ മാഷ്, അങ്ങനെ 5 കൊല്ലം കൂടുമ്പോൾ ഒരു ജാഥ ഉണ്ടാവും. അദ്ദേഹം ആകെ ചെയ്യേണ്ട പണി ഏതെങ്കിലും ഒരു കടയിൽ കയറി ഒരു നിസ്കാരപ്പായ വാങ്ങുക, ഒരു മുസല്ല, എന്നിട്ട് ആ ജാഥയെ കൂടുക. എന്നിട്ട് ഏതെങ്കിലും ജാഥ പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു മുസല്ല ഇട്ടിട്ട് നിസ്കരിക്കാതിന്റെ ഫോട്ടോ ഇടുക, ഫേസ്ബുക്കിൽ ഇടുക. ഈ ഒരു പണിയല്ലാതെ CPM-കാരാ ഈ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും പണി? എന്നിട്ട് 5 കൊല്ലം കൂടുമ്പോ ലീഗിനെ ചൊറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മത്സരിക്കുക, ഈ പൈസ മുഴുവൻ അടിച്ചു മാറ്റും. എത്ര കോടികൾ അദ്ദേഹം പറഞ്ഞില്ലേ, ഞാൻ ഒരു കോൺട്രാക്ടറുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടില്ല, ഞാൻ ഒരു മുതലാളിയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടില്ല. എന്തിനാ പൈസ വാങ്ങുന്നത്? ഈ പൈസ ഇങ്ങനെ ബാറ് മുതലാളിമാര് പൈസ കൊടുക്കുന്നു, കോൺട്രാക്ടർമാർ, ഈ ചമ്രവട്ടം റെഗുലേറ്റർ കമ്പനിയുടെ കോൺട്രാക്ടർ പണം കൊടുക്കുന്നു, ലില്ലീസ് ഗഫൂർ പൈസ കൊടുക്കുന്നു, ലില്ലീസ് ഗഫൂറിന്റെ സഹോദരന്മാര് പൈസ കൊടുക്കുന്നു, അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കൾ പൈസ കൊടുക്കുന്നു.
പിന്നെ എന്തിനാ പൈസ? ഈ പൈസ ഇവിടെ ധാരാളല്ലേ? ആ പൈസ ചെലവഴിച്ചിട്ടാണ് കഴിഞ്ഞ 3 തവണയും ഈ നിയോജക മണ്ഡലത്തിൽ ഈ കള്ളപ്പണം ചെലവഴിച്ചിട്ടാണ് ഈ മണ്ഡലത്തിൽ നിന്ന് ജലീൽ ജയിച്ചു കയറിയത്. നമ്മൾ ന്യൂനപക്ഷ മന്ത്രിയായപ്പോ, ജലീൽ മന്ത്രിയായപ്പോ ആ ബന്ധു നിയമനം നമ്മൾ കൈയോടെ പിടിച്ചില്ലേ? അന്ന് എന്താ പറഞ്ഞെന്നറിയാം? ഫിറോസിനോടൊന്നും വാദപ്രതിവാദത്തിന് ഞാനില്ല, തങ്ങൾ വരട്ടെ, പാണക്കാട് തങ്ങൾ അല്ലെ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരട്ടെ. അങ്ങനെ ഫിറോസിനോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ ആള് നാളെ എന്റെ വീട്ടിന് മുമ്പിൽ മൈക്കെട്ടി പ്രസംഗിക്കാം. അതായത് പണ്ടൊക്കെ സിനിമ ഇറങ്ങുമ്പോ ആദ്യം നമ്മൾ കോഴിക്കോട് ടൗണിൽ ഇറങ്ങും, ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അത് കഴിഞ്ഞ് മുക്കത്ത് ഇറങ്ങാം. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ചെറിയ ടാക്കീസ് ഉണ്ട്, ആ ടാക്കീസിലാണ് വരിക. ഉന്നത വിദ്യാഭ്യാസവും പോയി, മന്ത്രിസ്ഥാനവും തെറിപ്പിച്ചു, ഇനി MLA സീറ്റ് കിട്ടുമെന്നും അറിയില്ല. ഇപ്പൊ എന്റെ വീട്ടിന് മുമ്പിൽ ആ ഗ്രാമത്തിൽ വന്ന് കോളാമ്പി കെട്ടി പ്രസംഗിക്കേണ്ട ഗതികേടിലേക്കാണ് ഈ തവനൂർ മണ്ഡലത്തിന്റെ MLA മാറിയിരിക്കുന്നത്. എന്നിട്ട് നാട് നീളെ ഇതിന് മറുപടി പറയാതെ ലീഗിനെതിരെ ആക്ഷേപങ്ങളുമായി പോവാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കസേരയിൽ നിന്ന്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ കസേരയിൽ നിന്ന് രാജിവെപ്പിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ അഴിമതിക്ക് മറുപടി പറയിപ്പിക്കാനും ഐക്യജനാധിപത്യ മുന്നണിക്ക് കെൽപ്പുണ്ട് എന്ന് ഈ നാട്ടുകാരെ സാക്ഷി നിർത്തി ഞാൻ പറയാം. 6 മാസം കഴിഞ്ഞാൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും, ഒരു സംശയം വേണ്ട. ഈ മാധ്യമങ്ങളൊന്നും നമ്മളെ പിന്തുണച്ചില്ലെങ്കിലും ശരി, പാലക്കാട് നമ്മൾ ജയിച്ചത് ഈ പറയുന്ന മരമുറി ചാനലിന്റെ പിന്തുണ കൊണ്ടാണോ? നിലമ്പൂരിൽ നമ്മൾ ജയിച്ചത് ഈ മാധ്യമ കൊട്ടേഷൻ എടുത്ത മാധ്യമ പ്രവർത്തകന്മാരുടെ പിന്തുണ കൊണ്ടാണോ? 2026 ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നതും ഇവരുടെ ആരുടെയും പിന്തുണ കൊണ്ടല്ല, കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ്. അങ്ങനെ പിന്തുണ നേടി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 2026 ശേഷം നമുക്ക് ഈ തവനൂർ മണ്ഡലത്തിൽ ഒരു സ്റ്റേജ് കൂടി കെട്ടേണ്ടി വരും. ആ സ്റ്റേജ് കെട്ടുന്നത് വേറെ ഒന്നിനുമായിരിക്കില്ല, കുറുവാ സംഘത്തെയും ഈ KT ജലീലിനെയും തവനൂർ ജയിലിൽ അടച്ചതിന്റെ ആഹ്ലാദ പ്രകടനത്തിന്റെ ഒടുവിലായിരിക്കും നമ്മൾ ഈ പൊതുയോഗം നടത്തുക. അങ്ങനെ ഒരു പൊതുയോഗം നടത്തുമ്പോ ആ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് UDF.